മാത്രം മതിയോ? ഇതിൻ്റെ മെറ്റീരിയൽ ഏതാണെന്ന് അറിയണ്ടേ? അതിൻ്റെ കംഫർട്ടാണോ എന്നറിയണ്ടേ? അതിൻ്റെ യൂസേജ് എങ്ങനെയാണെന്ന് അറിയണ്ടേ? ഇതും വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. ഇന്നത്തെ ഈ വീഡിയോയിലെ ഏതൊക്കെയാണ് ഫ്രെയിംസ് ടൈപ്പുകൾ ഉള്ളതെന്ന് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു ഷോപ്പിൽ നിന്ന് നമ്മൾ ഫ്രെയിംസ് പർച്ചേസ് ചെയ്യുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട 5 പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണണം. ഫുൾ റിം ഫ്രെയിം അഥവാ ഷെൽ ഫ്രെയിംസ്, ഇതാണ് അതിനൊരു ഉദാഹരണം. ഓക്കെ, കണ്ണിൻ്റെ 4 സൈഡും കവർ ചെയ്യുന്ന രീതിയിലാണ് ഈ ഫ്രെയിംസ് വരാറുള്ളത്. പുസ്തകങ്ങൾ വായിക്കുന്നവരും എന്തെങ്കിലും വായിക്കുന്നവർക്കും അതുപോലെ തന്നെ ഓഫീസ് യൂസേഴ്സിനുമാണ് ഈ ഫ്രെയിം ഉത്തമമാകുക. ഉത്തമമായിട്ട് കണ്ണട ഉപയോഗിച്ച് വർക്ക് ചെയ്യേണ്ടവർക്ക് ഫുൾ ഫ്രെയിം ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, ഈ ഫ്രെയിമിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് ഒരു നോസ് പാഡ് ഉണ്ടാവില്ല. അപ്പം നമുക്ക് നമ്മുടെ മൂക്കിൻ്റെ ഭാഗത്തായിട്ട് ആ നോസ് പാഡ് വന്നിട്ടുള്ള അസ്വസ്ഥതകൾ നമുക്ക് ഈ ഫ്രെയിംസ് ഉപയോഗിക്കുന്നവർക്ക് ഉണ്ടാകത്തില്ല. മറിച്ച് കംഫർട്ടായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും, വേദനകളൊന്നും ഇല്ലാതെ. എന്നാലും സ്റ്റൈലിഷായിട്ട് നല്ല സ്റ്റൈലായിട്ട് ഇരിക്കുവാനായിട്ട് പറ്റും. ഇത് മറ്റൊരു ഫുൾ റിം ഫ്രെയിം തന്നെയാണ്. നോക്കിക്കേ, ഇതിന് നോസ് പാഡ് ഉണ്ട് കേട്ടോ, നോസ് പാഡ് ഉണ്ട്. ഇതിനും നമ്മുടെ കണ്ണുകളുടെ കവറിങ് ഫുള്ളായിട്ട് വരുന്നത് കൊണ്ടാണ് ഇത് ഫുൾ റിം ഫ്രെയിം ആണെന്ന് പറയുന്നത്. ഇത് മെറ്റലാണ് കേട്ടോ. അപ്പം മറ്റേത് ഇത് ഇങ്ങനെയുള്ള ഫുൾ റിം ഫ്രെയിമിനെ നമ്മൾ ഷെൽ ഫ്രെയിംസ് എന്നാണ് വിളിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള ഫ്രെയിംസ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അടുത്താണ് ഹാഫ് റിം ഫ്രെയിം, ഹാഫ് ഫ്രെയിംസ് എന്ന് വിളിക്കുന്നത്. ഇതാണ് അതിനൊരു ഉദാഹരണം. നോക്കൂ, നമ്മുടെ മുകൾ ഭാഗത്തും അതിൻ്റെ സൈഡ് വശങ്ങളിലേക്ക് മാത്രം ഒരു കവറിങ് ഉണ്ടാവും. താഴ്ഭാഗം ഫ്രീ ആയിട്ട് കിടക്കും. ഇവിടെ ഒരു റിബൺ ഉണ്ട്, ആ റിബണിലാണ് ഈ ഫ്രെയിം ഫുള്ളായിട്ട് നിൽക്കുന്നത്. ഓക്കെ, ഇതാണ് ഒരു ഹാഫ് ഫ്രെയിമിന് ഉദാഹരണം. സ്റ്റൈലിഷ് ലുക്കാണ് കേട്ടോ, അത് ഭയങ്കര സ്റ്റൈലിഷ് ലുക്കാണ് നമുക്ക് വരിക. വേണ്ട, വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ലുക്ക്. ഫുൾ ഫ്രെയിം ആണെങ്കിൽ എല്ലാവർക്കും ഒരുപോലെ ഫുൾ ഫ്രെയിം ഹാഫ് ഫ്രെയിം ഏത് ഫ്രെയിം വെച്ചാലും നമുക്ക് സ്റ്റൈലുണ്ടാവും. പക്ഷേ അതിൻ്റെ നമ്മുടെ മുഖത്തിൻ്റെ ആ ഒരു ഷേപ്പും കൂടെ ബാലൻസ്ഡ് ആയിട്ട് നോക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. ഹാഫ് ഫ്രെയിമിന് വെയിറ്റ് കുറവാണ് കേട്ടോ. പക്ഷേ ഇത് ഫുൾ ഫ്രെയിമിനെക്കാട്ടിലും കുറച്ചുകൂടെ കെയർ കൊടുക്കണം. കെയർ കുറവുള്ള ഫ്രെയിമാണ് ഈ ഷെൽഡ് ഫ്രെയിംസ്, ഷെല്ലായിട്ടുള്ള ഫ്രെയിംസ്. കുറച്ചുകൂടെ അതിനെക്കാട്ടിലും കുറച്ചുകൂടെ കെയർ കൊടുക്കേണ്ട ഫ്രെയിംസാണ് ഹാഫ് ഫ്രെയിംസ്. കാരണം ഇതിൻ്റെ ഒരു സൈഡ് അതിന് ഫ്രെയിം ഇല്ലല്ലോ. അപ്പം അതുകൊണ്ട് നമുക്ക് കുട്ടിയാലും തട്ടിയാലും പെട്ടെന്ന് പോകില്ല. എങ്കിൽ പോലും നമ്മുടെ പല പ്രാവശ്യം നമ്മുടെ കയ്യിൽ നിന്ന് അബദ്ധം പറ്റുമ്പോൾ ഇതിൻ്റെ ഈ റിബൺസൊക്കെ പൊട്ടി പോകാനായിട്ടും ഒക്കെ ഇടയുണ്ട്. പിന്നെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുമ്പോൾ ഏത് ഫ്രെയിം ആണെങ്കിലും യൂസ് ചെയ്യുന്നത് 2 കൈ കൊണ്ട് വയ്ക്കുക, അതുപോലെ തന്നെ 2 കൈ കൊണ്ട് എടുക്കുകയും ചെയ്യും. ഇത് വളരെ പ്രധാനമാണ് കേട്ടോ. പിന്നീട് പറഞ്ഞു തരുന്നുണ്ട് ഒന്നുകൂടെ, എങ്കിലും ഞാനൊന്ന് കാണിച്ചു തന്നതേ ഉള്ളൂ. ഇതാണ് റിംലെസ് ഫ്രെയിം എന്ന് പറയുന്നത്. കംപ്ലീറ്റ്ലി ഇതിന് കവറേജ് ഒന്നുമില്ല. അതിൻ്റെ ലെൻസ് മാത്രമാണ് നമ്മുടെ കണ്ണുകളെ കവർ ചെയ്യുന്നത്. എക്സ്ട്രീംലി കെയർ കൊടുക്കേണ്ട ടൈപ്പ് ഓഫ് ഫ്രെയിമാണ് ഇത്. ഓക്കെ, വളരെ കംഫർട്ടായിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. കെയർ കൊടുക്കണമെന്ന് മാത്രം. അതേപോലെ തന്നെ ഇത് വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. ഹാഫ് ഷെൽ ഫ്രെയിംസിനേക്കാളിലും ലൈറ്റ് വെയിറ്റ് ആണ്. റിംലെസ് ആയിട്ടുള്ള സ്റ്റൈലായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന. ഇനി നമുക്ക് പെട്ടെന്ന് കെയർ ചെയ്യാനായിട്ട് ഭയങ്കര മടിയുള്ളവർക്ക് ഉപയോഗിക്കാവുന്ന സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന ഫ്രെയിമാണ് ഇത്. നമ്മുടെ ഫുൾ ഫ്രെയിംഡ് അല്ലെങ്കിൽ ഫുൾ റിംഡ് ഫ്രെയിംസാണ്. മെറ്റൽ ഫ്രെയിംസ് മറ്റേ പ്ലാസ്റ്റിക് ഫ്രെയിംസിനേക്കാളും കെയർ വളരെ കുറച്ച് മതി ഇങ്ങനത്തെ മെറ്റൽ ഫ്രെയിംസിന്. പക്ഷേ മെറ്റൽ ഫ്രെയിംസിന് അതിൻ്റെ
നമ്മുടെ വേർപ്പൊക്കെ പറ്റി ഇതിൻ്റെ കളറ് പോകാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ മെറ്റൽസ് ആണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ സ്കിൻ വേർപ്പുമായിട്ട് റിയാക്ട് ചെയ്ത് നമുക്ക് അലർജീസൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാവില്ല. അതേപോലെ തന്നെ നമുക്കിത് കുറച്ച് വെയിറ്റ് ആയിട്ടുള്ള മെറ്റൽ ആയതുകൊണ്ട് തന്നെ മറ്റു ഫ്രെയിംസിനേക്കാളിലും കുറച്ച് വെയിറ്റ് ഉണ്ടാവാനുള്ള സാധ്യത ഇതിനുണ്ട്. നല്ല സ്ട്രോങ് ആണ് കേട്ടോ. ഇത് ഈ ഫ്രെയിംസ് ഭയങ്കര സ്ട്രോങ് ആണ്, അതുകൊണ്ടാണ് വലിയ കെയർ കൊടുക്കേണ്ട ആവശ്യമില്ലാത്തത്. പക്ഷെ എന്നാലും നമ്മൾ ഒരു കൈ കൊണ്ട് വെക്കുകയും എടുക്കുകയും ചെയ്യുമ്പോൾ ഇതിൻ്റെ അലൈൻമെൻറ്റ് വ്യത്യാസപ്പെടാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് നമ്മുടെ ഗ്ലാസ്സുകൾ ഉപയോഗിക്കുന്ന സമയത്ത് ഇരു കൈകളും യൂസ് ചെയ്തിട്ട് വേണം ഇത് വയ്ക്കുകയും എടുക്കുകയും ചെയ്യാനുള്ളതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമ്മൾ വേറൊരു കാര്യം ചിന്തിക്കേണ്ടത്, ഷോപ്പിൽ പോയി നമ്മളൊരു ഫ്രെയിം, ഒരു കണ്ണട വാങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മൾ ആദ്യമേ ചിന്തിക്കുക, നമ്മൾ ഈ കണ്ണട ഉപയോഗിച്ച് എന്താണ് ചെയ്യാനായിട്ട് പോകുന്നത്. അത് മൈൻഡിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ഫ്രെയിം സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. വർക്ക് ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യുന്നവരാണെങ്കിൽ അവരൊക്കെ യൂസ് ചെയ്യുന്ന കണ്ണട എന്ന് വെച്ചാൽ സ്ട്രോങ് ആയിരിക്കണം. അതേപോലെ തന്നെ UV ലൈറ്റ് പ്രൊട്ടക്ഷൻ അവർക്ക് ആവശ്യമാണ്. ആക്ടിവിറ്റീസിന് കംഫർട്ടായിട്ട് നിൽക്കുന്നത് ഈ 2 കാര്യങ്ങളാണ് അവിടെ മെയിനായിട്ടും ശ്രദ്ധിക്കാനുള്ളത്. റീഡിങ്ങിനാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ബിഗ് ലെൻസ് ആണോ എന്ന് നോക്കുക. അതുപോലെ നോസ് പാഡ് ഫിറ്റ് ആണോ എന്നും കൂടെ ശ്രദ്ധിക്കണം. നോസ് പാഡ് ഫിറ്റ് ആവുന്ന ലെൻസുകൾ ചൂസ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ധാരാളം സമയം ഡിജിറ്റൽ സ്ക്രീൻസ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ മസ്റ്റായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അത് ബ്ലൂ ലൈറ്റ് കട്ടിംഗ് ലെൻസുകളാണോ എന്ന് ശ്രദ്ധിക്കണം. അതിൻ്റെ ഫിറ്റിങ് സ്റ്റൈലായിട്ട് ഉപയോഗിക്കാവുന്ന ഏത് ഫ്രെയിംസും അവർക്ക് ഉപയോഗിക്കാവുന്നതാണ്. എങ്കിൽ പോലും അത് ബ്ലൂ ലൈറ്റ് പ്രൊട്ടക്ഷൻ ഉണ്ടോ എന്നുള്ളത് നമ്മൾ പ്രത്യേകമായിട്ട് ഒന്ന് മൈൻഡിൽ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. സ്റ്റൈലാണ് നമ്മുടെ ഫ്രെയിം യൂസ് ചെയ്യുന്നതിലുള്ള മാനദണ്ഡമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ട്രെൻഡി ഫ്രെയിംസ് അവൈലബിൾ ആണ്. അപ്പോൾ എന്തെങ്കിലും അങ്ങനെയുള്ള ഫ്രെയിംസ് എടുക്കുക. അതേപോലെ തന്നെ റിംലെസ് ആയിട്ടുള്ള ഡിസൈനർ ഫ്രെയിംസും ഒക്കെ എടുക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറയാൻ വേണ്ടി പോവുക. നമ്മൾ ഫ്രെയിംസ് ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മുടെ മുഖത്തിൻ്റെ ഷേപ്പിനനുസരിച്ച് വേണം നമ്മൾ ഫ്രെയിംസ് സെലക്ട് ചെയ്യാനായിട്ട്. റൗണ്ട് ഫേസ് ആണെങ്കിൽ നിങ്ങൾ റെക്റ്റാങ്കുലർ ഫ്രെയിംസ് യൂസ് ചെയ്യുക. ഉള്ള ഫേസാണ് നമുക്ക് ഉള്ളതെങ്കിൽ നിങ്ങൾ ഓവൽ അല്ലെങ്കിൽ റൗണ്ട് ഫ്രെയിംസ് യൂസ് ചെയ്യുക. റെക്റ്റാങ്കുലർ ആണ് നമ്മുടെ ഫേസിൻ്റെ ഷേപ്പ് എങ്കിൽ ഓവൽ അല്ലെങ്കിൽ റൗണ്ട് ഷേപ്പ് ഫ്രെയിംസ് യൂസ് ചെയ്യുക. ഇനി ഇവ രണ്ടുമല്ല ഓവൽ ഫേസ് ആണെങ്കിലോ നിങ്ങൾക്ക് ഏത് ഷേപ്പിലുള്ള ഫ്രെയിംസും നിങ്ങൾക്ക് സ്യൂട്ടാകും ഓവൽ ഫേസ് ഉള്ളവർക്ക്. ഇവിടെ കംഫർട്ടബിലിറ്റി എങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് നോക്കാം. ഒരു ഫ്രെയിം അല്ലെങ്കിൽ ഒരു ഗ്ലാസ് നമുക്ക് ഫിറ്റ് ആണോ എന്നറിയേണ്ടത്, അല്ലെങ്കിൽ കംഫർട്ട് ആണോ എന്നറിയേണ്ടതിന് 3 കാര്യങ്ങൾ ചെക്ക് ചെയ്യണം. അതിൻ്റെ നോസ് പാഡ് ചെക്ക് ചെയ്യണം. നോസ് പാഡ് ഫിറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. നോസ് പാഡ് അപ്പം കൂടുതൽ ടൈറ്റ് ആയാൽ അത് ഇറുകിയിരുന്ന് നമ്മുടെ 2 സൈഡിലും പാട് വരാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കുറേ നേരം അത് വെച്ചിരുന്നാൽ നമുക്ക് നോസ് പാഡ് ഫിറ്റ് ആണെങ്കിൽ നമുക്ക് വേദന എടുക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നോസ് പാഡിൻ്റെ ഫിറ്റ് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. രണ്ടാമതായിട്ട് വരുന്നത് ഇയർ ഹുക്ക് കറക്റ്റായിട്ടിരിക്കുക. സൈഡിൽ നമ്മുടെ ചെവിയോട് ചേർന്നൊക്കെയാണ് ഇരിക്കുന്നതെങ്കിൽ, ചേർന്ന് മീൻസ് പുറത്ത് സൈഡിലേക്ക് ടൈറ്റായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ അതിലും വേദന എടുക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം അതിൻ്റെ ഹുക്ക് നമ്മൾ വെച്ച് നോക്കുമ്പോൾ അത് കംഫർട്ടായിട്ട് തോന്നിയില്ല എങ്കിൽ അത് മാറ്റുക. എന്നിട്ട് കംഫർട്ടായിട്ടുള്ളത് തന്നെ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ അതിൻ്റെ ടൈറ്റും ലൂസും കണ്ട വെച്ച് കഴിയുമ്പോൾ കൂടുതൽ ലൂസാണെന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും അത് ഉപയോഗിക്കരുത് നമ്മൾ. കാരണം പല തവണ നമ്മൾ അത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും അത് ലൂസാക്കാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ വളരെ ടൈറ്റ് ആയിട്ടുള്ളതും നമ്മൾ യൂസ് ചെയ്യരുത്. കാരണം നമുക്കത് ഡിസ്കംഫർട്ട് പിന്നീട് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ദീർഘസമയം കണ്ണട ഉപയോഗിക്കുന്നവരാണെങ്കിൽ ലൈറ്റ് വെയ്റ്റും
അതുപോലെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഫ്രെയിംസും യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളതും അത് ഡ്യൂറബിൾ ആയിട്ടുള്ള ഫ്രെയിംസ് ആണ് നിങ്ങൾ വാങ്ങാനായിട്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ, അതാണ് നമ്മുടെ ആ ഒരു പ്രയോറിറ്റി എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ തീരെ വില കുറഞ്ഞതും വില കൂടുതലുമായിട്ടുള്ള ഫ്രെയിംസ് ഷോപ്പിൽ അവൈലബിൾ ആണ്. എന്നാൽ നമുക്ക് ഡ്യൂറബിലിറ്റിയും കൂടെ ഒരു മാനദണ്ഡമായിട്ട് എടുക്കുന്നതെങ്കിൽ തീരെ വില കുറഞ്ഞതും കൂടുതൽ വിലയുള്ളത് നമ്മുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫ്രെയിംസ് എടുക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം കുറഞ്ഞ വിലകളുടെ ഫ്രെയിംസാണ് നമ്മളെങ്കിൽ വീണ്ടും വീണ്ടും നമ്മൾ മാറ്റി മാറ്റി ഉപയോഗിക്കേണ്ടതായിട്ട് വരും. കാരണം കുറച്ച് മാസങ്ങൾ കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടായി അത് നമ്മൾ മാറ്റേണ്ട അവസ്ഥകൾ വരും. അപ്പോൾ അതുകൊണ്ട് ഒരു ദീർഘനാൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും കുറച്ച് ഡ്യൂറബിൾ ആയിട്ടുള്ള ഫ്രെയിംസ് എടുക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. അതിൽ വില കുറവ് നോക്കിക്കൊണ്ടിരുന്നാൽ നമുക്ക് ആ ഡ്യൂറബിലിറ്റി പലപ്പോഴും കിട്ടിയെന്ന് വരില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക. അപ്പം ഷോപ്പിൽ പോയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട 5 കാര്യങ്ങൾ, ഷോപ്പിൽ പോയിട്ട് നമ്മൾ ഫ്രെയിംസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 5 കാര്യങ്ങൾ ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പം വെറും സ്റ്റൈൽ മാത്രമാകാതെ നമ്മുടെ കംഫർട്ടബിൾ ആണോ, അതുപോലെ തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണോ, ഡ്യൂറബിൾ ആണോ, അതേപോലെ തന്നെ ലൈഫ് സ്റ്റൈലിന് ചേർന്നതാണോ എന്നൊക്കെ കൂടി ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നമ്മൾ കൊടുക്കുന്ന വിലയുടെ അനുപാതത്തിലുള്ള ഒരു പ്രോഡക്റ്റ് നമുക്ക് വാങ്ങിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. സ്റ്റൈൽ മാത്രം നോക്കരുത്. ഇനി നിങ്ങൾക്ക് ഫ്രെയിംസ് എടുക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകൾ തോന്നാം, തീർച്ചയായിട്ടും അത് ഞങ്ങളുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ചേർന്ന് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. എന്തെങ്കിലും നിങ്ങൾക്ക് ഇതേ സംബന്ധിച്ച് അറിയുവാനായിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഷോപ്പിലേക്ക് വരിക. നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള സഹായങ്ങൾ ഞങ്ങൾ ചെയ്തു തരുന്നതായിരിക്കും. സോ മടിക്കേണ്ട, ജോസ് ഒപ്റ്റിക്കൽസ് കുറവിലങ്ങാട്ടിലേക്ക് പോരും.